ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പാക്ക് പരിചയപ്പെടുത്താനാണ്. ഹെയർ പാക്ക് ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ നല്ല സ്മൂത്തി ആൻഡ് ഷൈനി ഹെയർ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള അതായത് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ, അതായത് അങ്ങനെ ആഗ്രഹിക്കുന്നല്ല, എല്ലാവർക്കും പറ്റിയ, എല്ലാ ഹെയർ ടൈപ്സിനും പറ്റിയ ഒരു അടിപൊളി പാക്കാണ്. അപ്പോൾ നമുക്ക് പാക്ക് പരിചയപ്പെടാം. ഞാൻ മുന്നേ ഒരു ഉഴുന്നുകൊണ്ടുള്ള ഒരു പാക്കിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല എഫക്റ്റീവ് ആയിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു. എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേറൊരു പാക്കാണ് ഇത്. തന്നെ പറയാനുള്ളത് എല്ലാ ഹെയർ ടൈപ്സിനും പറ്റിയ ഒരു അടിപൊളി പാക്കാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ നോക്കാം. കാരണം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകുന്നുണ്ടെങ്കിൽ, കാണുമ്പോൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ പാക്കിനെ ബാധിച്ചേക്കാം. സോ എല്ലാം അടിപൊളിയാണ്, എല്ലാ ഇൻഗ്രീഡിയൻസും യൂസ്ഫുൾ ആണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഗൈസ് പാക്ക്. ഞാൻ ഓൾറെഡി ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് തണുപ്പ് ആവശ്യം, അതായത് നല്ലോണം തണുപ്പല്ല, അത്യാവശ്യം തണുപ്പ് നമ്മൾ ഹെയറിന് നല്ലതാണ്. നല്ലോണം അല്ല കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ, അത്രയും ബിസി ഉള്ളവരാണ്, തലേനാൾ പാക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് തണുപ്പ് നല്ലോണം ഉണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് അതിന്റെ തണുപ്പ്, ഇപ്പൊ അത്യാവശ്യം തണുപ്പൊക്കെ പോയി, നോർമൽ ഒരു തണുപ്പ് മാത്രമേ ഉള്ളൂ, ആ ഒരു തണുപ്പിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്, ഹെയറിനും നല്ലതാണ്, സ്കാൽപ്പിനും നല്ലതാണ്. ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. അതിന്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പറഞ്ഞുതരും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇതിന്റെ കൂടെ തന്നെ ഞാൻ പ്രിപ്പയറിംഗ് ചെയ്ത വീഡിയോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ബീറ്റ്റൂട്ട് ആണ്. ഓക്കെ, ഇത് കണ്ട മനസ്സിലാക്കണം, ബീറ്റ്റൂട്ടിന്റെ പാക്കാണ്, ഹെയർ മാസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ബീറ്റ്റൂട്ട് ആണ്. ബീറ്റ്റൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾ വലിയ ബീറ്റ്റൂട്ട് ആണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മതിയാവും. ചെറിയ ബീറ്റ്റൂട്ട് ആണെങ്കിൽ നിങ്ങൾ 2 ബീറ്റ്റൂട്ട് വേണ്ടി വരും. അപ്പോൾ ബീറ്റ്റൂട്ട് നന്നായി കഴുകി തൊലി കളഞ്ഞ് ഓക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചെറിയ 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 ഇതിൽ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് വെക്കണം. കാരണം ഈ ഗ്രേറ്റ് ചെയ്തിട്ട് ചെറിയ, അതായത് നമ്മൾ ഒത്തിരി കുഞ്ഞായിട്ട് കഷ്ണമായിട്ട് വെക്കാം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കിത് വേവിച്ചെടുക്കാനുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ പാകാവുന്ന തരത്തിലുള്ള തരത്തിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല മടിയന്മാരാണ്, ഗ്രേറ്റ് ചെയ്തെടുക്കാനൊക്കെ മടിയുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു എളുപ്പപ്പണിയുണ്ട്. അതായത് വേറൊന്നല്ല, ഈ ബീറ്റ്റൂട്ട് തന്നെ നിങ്ങൾ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളത്തിന് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കും കുറച്ച് നന്നായിട്ട് നല്ലോണമല്ല, കുറച്ച് അടിച്ചെടുക്കാം. അപ്പൊ ആ ഒരു പാകം കിട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതെന്തായാലും നമ്മൾ ഇതിൽ പാകത്തിന് വെള്ളം ചേർത്തിട്ടാണ് വേവിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓൾറെഡി മിക്സിയിൽ വെള്ളത്തിൽ ചേർത്ത് അടിച്ചെടുത്താൽ ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ട് കിട്ടും. അതുപോലെ തന്നെ മടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. പെട്ടെന്ന് തിരക്കാണ്, ബിസിയാണ്, ചെയ്യാൻ ചോപ്പ് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് പണിയാണ്, തിരക്കാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാനിതിൽ തലേന്നാണ് തന്നെ കുറച്ച് അരി, നമ്മൾ ചുവന്നരി ആയാലും കുഴപ്പമില്ല, പുഴുങ്ങലരി, നമ്മൾ അരി ഏത് അരിയാലും കുഴപ്പമില്ല, നിങ്ങളത് 2 ടേബിൾ സ്പൂൺ, ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ അരി, പുഴുങ്ങലരിയാണ്, വൈറ്റ്. 2 ടേബിൾ സ്പൂൺ പുഴുങ്ങലരി നിങ്ങൾ തലേന്നാണ് തന്നെ കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണല്ലോ ഇത് ചെയ്യുന്നത്. അതിന്റെ വെള്ളം നമ്മൾ കളയരുത്, ആ വെള്ളം ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു വെള്ളം കൂടി ചേർത്ത് ചെയ്ത് വെച്ചാൽ ആ ബീറ്റ്റൂട്ടിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് പാകത്തിന് വേവിക്കാൻ വെക്കാം. ഓക്കെ, നല്ല തിള വരുമ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം അത് തണുക്കാൻ വെക്കുക. തണുക്കാൻ മീൻസ് അത് ചൂടാറാൻ വെക്കുക. അപ്പൊ ചൂടാറിയ ശേഷം, നല്ലതായിട്ട് ചൂടാറണം. ചൂടാറിയ ശേഷം അതിലേക്ക് ഒരു ബനാന, നമ്മൾ നേന്ത്രക്കായ നല്ലത്. അപ്പൊ ഒരു ബനാന, വലിയ ബനാനയാണെങ്കിൽ ഒരു ഹാഫ് മതിയാവും. നോർമൽ സൈസ് ബനാനയാണെങ്കിൽ ഒരു ബനാന. ഓക്കെ, ഒരു ബനാന. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കേട് തൈര് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളൊന്ന് എല്ലാം കൂടി മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അത് അടിച്ചെടുത്ത ശേഷം അത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം. അപ്പൊ അടിച്ചെടുക്കുമ്പോൾ അത് ഓപ്ഷണൽ ആണ് കേട്ടോ. അടിച്ചെടുക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയ സാധനം, ബീറ്റ്റൂട്ടൊക്കെ നന്നായിട്ട് ഒരു ഇങ്ങനെ തരിതരിയൊന്നുണ്ടല്ലോ, അരിയൊക്കെ എന്തെങ്കിലും അടിയാൻ ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. നന്നായിട്ട് അടിഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല. സോ നമ്മൾ അരിച്ചെടുക്കാം, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ,
പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. നിങ്ങൾ ഏതാണ് ഓയിൽ യൂസ് ചെയ്യുന്നത് തലയിൽ, കോക്കനട്ട് ഓയിലാണ് ബെസ്റ്റ്. ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിന് പകരം നമ്മളത് അറിയാതെ മിസ്സായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് പാക്ക് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, അപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എണ്ണ അടയേണ്ടില്ല. എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണ്ടില്ല. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് പെട്ടെന്ന് തന്നെ പാക്ക് തലയിലിടാം. അപ്പോൾ ഗൈസ് നമ്മുടെ പാക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്ന, അതായത് മുടി നരയുള്ളവർക്കും ബെസ്റ്റാണ് കേട്ടോ ഇത്. കാരണം ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ ബീട്രൂട്ട് ഏകദേശം നരയൊക്കെ കളർ വെക്കും, കുറച്ച് അത്യാവശ്യം നമ്മുടെ ഹെയർ കളർ ചെയ്യാനും നല്ലതാണ്. അപ്പോൾ നര പോകാനൊക്കെ അത്യാവശ്യം നല്ലതാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ എൻ്റെ ഇതിൻ്റെ 1 hour കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ആവണം മുടി. അതിൻ്റെ വീഡിയോ ഫൈനൽ പോർഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഫൈനൽ റിസൾട്ട് ഞാൻ ഫൈനൽ പോർഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നെ വിവരം അറിയിക്കണേ, കമന്റിൽ വിവരം അറിയിച്ചാൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണാം. ടാറ്റാ.